പറയുന്ന വാക്കുകൾ അങ്ങനെയല്ല എല്ലാവരും പറയുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ട് നമ്മുടെ ഒരു കുട്ടി എന്ന് പറയും എല്ലാവരും, അത് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു നാടൻ സ്റ്റൈലാണ്. നാടൻ സ്റ്റൈലാണ്. നമ്മുടെ മോള്, അല്ലെങ്കിൽ നമ്മുടെ ബാല, ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്നോട് ചോദിച്ചാൽ നമ്മുടെ ബാലയാട്ടോ, അത് സ്വാഭാവികമായിട്ട് പറയുന്നത്. അതിലൊന്നും അത്ര ആ കാര്യത്തിലൊന്നും ബാല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് പറയുന്നത് സ്വാഭാവികമായിട്ട് കൂട്ടുക, അത് അവിടെ നിൽക്കട്ടെ, അത് സ്വാഭാവികമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ബാലയല്ലോ. என்ன சொல்ல ட்ரை பண்றானா, இது நம்ம அச்சன் അല്ല, ഇത് നമ്മുടെ അച്ഛൻ, നമ്മുടെ അച്ഛൻ. ഒരു കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ പല പറയുള്ളൂ. അച്ഛൻ ഒന്ന് തന്നെ, കുട്ടിയെ കുറിച്ചൊക്കെ ബയോളജിക്കൽ ഫാദർ ഞാൻ തന്നെ. തീർച്ചയായിട്ടും ഒരു മാറ്റവും ഇല്ല, അതിനെന്ത് സംശയിക്കണം, അതിലൊരു സംശയമില്ല. ഇതൊക്കെ ഒരു ടോക്കായിട്ട് പല സങ്കടങ്ങൾ ഒത്തിരി ഒതുക്കി നിൽക്കുന്ന സങ്കടങ്ങൾ. ബാലയ്ക്ക് എപ്പോഴും സങ്കടങ്ങൾ വരുന്നത്. ഇപ്പൊ இந்த ഇന്റർവ്യൂ എത്ര ലക്ഷം പേര് കാണും അല്ലേ? എത്ര പേർക്ക് ഇത് ബോധ്യപ്പെടും? എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു ഇല്ല. കുറച്ച് മനസാക്ഷിയുള്ളവർ, കുടുംബത്തോട് സ്നേഹമുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരു മകനെടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് അറിയാം ഏത് മകൻ, നിങ്ങളല്ലേ മൂത്ത മകൻ? ഒരു ഇൻ്റർവ്യൂ, ഞാനാണ് മൂത്ത മകൻ, പക്ഷെ പുറത്ത് എത്ര മക്കളുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ആരെ കുറിച്ച് പറയട്ടെ മനസ്സിലായി. அப்போ அந்த மகனுடைய மனசுல எவ்வளோ வேதனை இருக்கணும். அவனுக்கு എത്ര വയസ്സായി? ചെറിയ പയ്യനാ. അവൻ പറയുന്നു, ഞാനാണ് എൻ്റെ അച്ഛൻ്റെ മകൻ, മൂത്ത മകൻ, പക്ഷേ അച്ഛനുക്ക് എത്ര പേര് പുറത്ത് മക്കളും എനിക്കറിയില്ലെന്ന് சொல்லிட்டு അവൻ മനസ്സിൽ എவ்வளோ ഉണ്ടായിരിപ്പാൻ. അത് തന്നെയാണ് റിവേഴ്സ് എൻ മൈ ലൈഫ്. ഒരാളുடைய സങ്കടം എടുത്ത് അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ മോശം. അവൻ നല്ലവനാണോ കെട്ടവനാണോ നിങ്ങൾ ചിന്തിക്കുന്ന മുമ്പ് നിങ്ങൾ അവനെ സ്നേഹിക്കുവാണെങ്കിൽ യു വിൽ നെവർ ഹാവ് ദ ടൈം ടു ജഡ്ജ് ഹിം. ഇഫ് യു വാണ്ട് ടു ജഡ്ജ് മീ യു വിൽ നെവർ ഹാവ് ദ ടൈം ടു ലവ് മീ. சார் இது ரொம்ப கிளியர் கட்டான ஒரு கொஸ்டின் சார். அதே அதே ரொம்ப ரொம்ப சிம்பிள் கொஸ்டின். இன்னு கிறிஸ்மஸ் என் மகள் எവിടെ? உத்தரம். அடுத்து நியூ இயர் என் மகள் எവിടെ? അടുത്ത് ഓണം എപ്പോൾ സാർ വരുന്നത്? ജനുവരിയിലെയാ ഫെബ്രുവരി? ഉണ്ട്. അല്ല, മകൾ സുഖമായിട്ട് ജീവിക്കട്ടെ, அப்படியே விட்டுலாமா? മകൾ സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മളോട് ചേർന്ന സമയത്ത് ചേരും മകള് എന്ന് വിശ്വസിക്കും ഞാൻ. എല്ലാവരും വിശ്വാസമാണല്ലോ, എന്ത് നടക്കുമെന്ന് നമുക്ക് പറയില്ല. ചിലപ്പോൾ നടക്കും സാർ. அப்போ நான் ஒன்று கேட்குறேன், என் மகளை நான் மகாராணி மாதிரி ஏஞ்சல் மாதிரி நான் வளர்க்கணும்னு ஆகிரகிச்சு எரும மாடி மாதிரி வந்ததுன்னா ചോദ്യമാണ്. ബഫലോ மாதிரி வந்துச்சுன்னா ചോദ്യമാണ്. വളർത്തുന്ന രീതി ഉണ്ട്. എനിക്ക് ഉത്തരമില്ല, ആ ചോദ്യത്തിന് ഉത്തരവില്ല. மகளை அத்திப்பா எரும மாடி மாதிரி வருது, பஃபலோ மாதிரி கேரக்டர். அப்போ என்ன பண்ணுவீங்க? பேஸ்னு ஒன்று இருக்குது சார், தரவாடுத்திவன் ஒன்று இருக்குது. அதுக்கு தான் நான் ஃபைட் பண்ணுறேன். எங்கே போச்சு கல்ச்சர்? எங்கே போச்சு கல்ச்சர்? கல்ச்சர் இல்லைன்னா நீங்களும் நானும் இப்போ பூமியில் இருப்போமா? இந்தியா, சவுத் இந்தியா, பிரத்யேகிச்சு சவுத் இந்தியாவில் அமெரிக்கா வரைக்கும் சவுத் இந்தியாவை தோல்பிக்காம பറ്റാத ஒரே காரியம் கல்ச்சரில் தான். குடும்ப பந்தம், ஸ்நேகம், அதில் தான் நம்ம ஜெயிச்சிருக்கோம். அமெரிக்கா வந்து பைசால பெரிய ஆளாக இருக்கலாம், கல்ச்சரில் நம்ம தான் பெருசு. அதை നഷ്ടപ്പെടുത്തിയിട്ട് വിട്ടാൽ നഷ്ടങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടാകാറുണ്ട് അല്ലേ? അത് നമ്മളല്ല സാർ, ന്യായം. നഷ്ടങ്ങളും കഷ്ടങ്ങൾ എന്നോട് പോട്ടെ, കഷ്ടങ്ങൾ എന്നോട് പോട്ടെ സാർ. I consider myself to be very strong person because ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ അന്നമില്ല, അവൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ല, അവനക്ക് സ്വസ്ഥതയില്ല, അവനക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. ബട്ട് ഹി ഹാസ് ദ ഹാർട്ട് ടു ഫൈറ്റ് അഗെയിൻ. അവൻ പഠിച്ചിട്ടാണ് ഒറ്റയ്ക്കുള്ള ജീവിതം, അവனை ഒന്നും செய்ய முடியாது. அந்த ஒரு சுச்சுவேஷன் போது அவனுக்கு நியாயமும் இல்லை. அவன் மனசாட்சி தான் கோடதி, அதில் ஒரு ஜட்ஜ், அது தெய்வம். அதை நோக்கி மட்டும்தான் மனசு போகும்.